സംഭവം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രജ്വൽ, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി. ഓക്കെ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം അഥവാ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററത്തെ മൂന്നാമത്തെ ഭാഗമാണ്. ഓക്കെ, മൂന്നാമത്തെ ഭാഗം കമ്പസ്റ്റന്റ് ആൻഡ് തെർമൽ ക്രാക്കിംഗ്. ഓക്കെ, എന്താണ് തെർമൽ ക്രാക്കിംഗ്, എന്താണ് കമ്പസ്റ്റൻ എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, തെർമൽ ക്രാക്കിങ്ങും കമ്പഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം ഇത് എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കാരണം ഇത് രണ്ടും നടക്കുന്നത് താപം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും എക്സാമിൽ ചോദിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം. തെർമൽ ക്രാക്കിംഗ്. ഓക്കെ, തെർമൽ ക്രാക്കിങ്ങിൻ്റെ ഡിഫറൻസ് ആദ്യം നോക്കാം. ലാർജ് ഹൈഡ്രോകാർബൺ മോളിക്യൂൾസ്, അതായത് വലിയ വലിയ ഹൈഡ്രോകാർബൺ മോളിക്യൂൾസ് ഇല്ലേ, നമ്മുടെ ഡെക്കെയിൻ, നോണെയിൻ, ഒക്ടെയിൻ ഒക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചു. ഓക്കെ, ഇതൊക്കെ ഹൈഡ്രോകാർബൺ മോളിക്യൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ടൈപ്പ് ഹൈഡ്രോകാർബൺസ് ബ്രേക്ക് ചെയ്യും. അതായത് കാണിച്ചറാം. ലാർജ് ഹൈഡ്രോകാർബൺ മോളിക്യൂൾസ് ആർ ബ്രോക്കൺ ഇൻ ടു സ്മോളർ മോളിക്യൂൾസ്. അതായത് ഇവർ ബ്രേക്ക് ചെയ്തിട്ട് സ്മോൾ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, ചെറിയ ചെറിയ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ. ഈ ചെറിയ ചെറിയ മോളിക്യൂൾസായി മാറി വരും. ഓക്കെ, അതിനാണ് നമ്മൾ തെർമൽ ക്രാക്കിംഗ് നടന്നത്. ഓക്കെ, കാരിയഡ് ഔട്ട് ബൈ ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഇവർക്ക് ഹീറ്റ് കൊടുക്കുന്ന സമയത്താണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഹിയർ ഓക്സിജൻ ഈസ് നോട്ട് റിക്വയർഡ്. അതായത് ഇവിടെ ഓക്സിജൻ്റെ ആവശ്യമില്ല, നമ്മൾ താപം മാത്രമാണ് കൊടുക്കേണ്ടത്. അതായത് ഓക്സിജൻ ഇല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കും ഇവിടെ. ഓക്കെ, പ്രോഡക്ട്സ് ആർ സ്മോളർ ആൽക്കെയിൻസ് ആൻഡ് ആൽക്കീൻസ്. അതായത് ഇവിടെ നമുക്കറിയാം ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടും അതേപോലെ തന്നെ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം പ്രൊഡക്ട്സ് എന്തായിരിക്കും, ആൽക്കീൻസും ഉണ്ടാവും ആൽക്കെയിൻസും ഉണ്ടാവും അല്ലേ. രണ്ട് ടൈപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാവും ഇവിടെ. അതായത് ഒരു കോമ്പൗണ്ട് തെർമൽ ക്രാക്കിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഒരു ഒരു വസ്തു, അതായത് ഒരു മോളിക്യൂൾ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. തെർമൽ ക്രാക്കിംഗ് വഴി റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവിടെ രണ്ട് ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടാവും അല്ലെ. സെയിം കോമ്പൗണ്ടിന് രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും അല്ലെ. അത് ആൽക്കിൻസും ഉണ്ടാവും, അതിൽ ആൽക്കെയിൻസും ഉണ്ടാവും അല്ലെ. ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും രണ്ടും ഉണ്ടാവും അല്ലെ. ഓക്കെ, യൂസ്ഡ് ഇൻ പെട്രോളിയം റിഫൈനിങ് ടു മേക്ക് യൂസ്ഫുൾ ഫ്യൂവൽസ്. അതായത് നമ്മുടെ പെട്രോളൊക്കെ ഇല്ലേ, പെട്രോളൊക്കെ റിഫൈൻ ചെയ്തെടുക്കുക. റിഫൈനറി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇതുണ്ടല്ലോ, ക്രൂഡ് ഓയിൽ നിന്നാണല്ലോ നമ്മൾ പെട്രോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കൽ. അതായത് ഓരോ പെട്രോളിന് ഒരു താപനില, ഡീസലിന് ഒരു താപനില, മണ്ണെണ്ണയ്ക്ക് ഒരു താപനില, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ റിഫൈനറിയിൽ കൊണ്ടുപോയി ഇതിനിട്ട് ചൂടാക്കും. ഓക്കെ, ചൂടാക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെ താപനില എത്തുന്ന സമയത്ത് അല്ലെ, ഇപ്പോൾ പെട്രോളിൻ്റെ താപനില എത്തുന്ന സമയത്ത് പെട്രോൾ വേപ്പറസ് ചെയ്യും, അതായത് നീരാവിയാവും. ഓക്കെ, പെട്രോൾ നീരാവിയായി ഒരു പൈപ്പിൽ കൂടി പോയി അപ്പുറത്ത് വെച്ചിരിക്കുന്ന വലിയ ബങ്കറുകളിൽ സ്റ്റോർ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഡീസലിന് വേറൊരു താപനില. ഓക്കെ, ഡീസൽ അതുപോലെ തന്നെ ഡീസലിൻ്റെ ആ ഒരു താപനില എത്തുന്ന സമയത്ത് ഡീസൽ വേപ്പറൈസ് ആവുകയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വെച്ചിരിക്കുന്ന ബങ്കറിൽ പോയി സ്റ്റോർ ആവുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് മണ്ണെണ്ണ. ഇതുപോലെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അത് ഇപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. ഈ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ പല വസ്തുക്കളായി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി കമ്പസ്റ്റൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എ സബ്സ്റ്റൻസ് ബേൺസ് ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതായത് ഓക്സിജന്റെ പ്രസൻസിൽ ഒരു വസ്തു കത്തുന്നത് അല്ലെ. ഒരു വസ്തുവിനെ നമ്മൾ കത്തിക്കുകയാണ് ഓക്സിജന്റെ പ്രസൻസിൽ. നമുക്കറിയാം ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരു വസ്തുവും കത്തൂല അല്ലെ. ഓക്കെ, നമ്മൾ CO2 ആണ് നമ്മുടെ ഗ്യാസ് ഫയർസും അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊക്കെ ഇപ്പോൾ തീ പിടിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് CO2 ആണ്, ഫയർ അണക്കാൻ വേണ്ടി. കാരണം എന്താ, നമുക്കറിയാം CO2 മാത്രമേ ആ ഓയിലി ഫയർ അണക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി വുഡിന് തീ പിടിച്ചു. ഓക്കെ, വുഡിന് തീ പിടിച്ചു, അപ്പോൾ അവിടെ ഓക്സിജന്റെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പെട്രോൾ പമ്പിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, അവിടെ ഓക്സിജന്റെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ നമുക്ക് തീർച്ചയായും CO2 യൂസ് ചെയ്തേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ കൂടുന്തോറും തീ കത്താനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകം കൂടിയാണ്, നമുക്ക് ശ്വസിക്കാൻ മാത്രമല്ല കത്താൻ സഹായിക്കുന്ന ഒരു വാതകം കൂടിയാണ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ വെച്ചാണ് ഇത് കത്തുന്നത് ഓക്സിജന്റെ പ്രസൻസിൽ. ഓക്കെ, റിലീസസ് ഹീറ്റ്
ആൻഡ് ഓഫ്റ്റൻ ലൈറ്റ് എനർജി. ഓക്കെ, കത്തുമ്പോൾ നമുക്കറിയാം ഒരു തീ കത്തുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, ലൈറ്റും ഉണ്ടാവും ഹീറ്റും ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ അടുത്ത് പോയി നിന്നാലോ അല്ലെങ്കിൽ നമ്മളെ അമ്മമാരൊക്കെ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൻ്റെ അടുത്ത് പോയി നിന്നാൽ നമുക്കറിയാം നല്ല ചൂടുണ്ടാവും, അടുപ്പിൻ്റെ സൈഡിലൊക്കെ നല്ല ചൂടുണ്ടാവും. അതുപോലെ തന്നെ അവിടെ നല്ല ലൈറ്റും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ഇരുട്ടത്താണ് അടുപ്പ് കത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് ആ മെഴുകുതിരി മൊത്തം ലൈറ്റ് പകർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ആ മെഴുകുതിരി ഉരുകുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഹീറ്റും ഉണ്ടാകുന്നുണ്ട് അല്ലേ. ലൈറ്റ് മാത്രമല്ല, അവിടെ ഹീറ്റും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. കമ്പസ്റ്റൻ എന്ന് പറയുമ്പോൾ കത്തിക്കുമ്പോൾ സമയത്ത് നമുക്കറിയാം കത്തുക, ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നമ്മൾ ഒരു കമ്പസ്റ്റൻ എന്ന് ഓർക്കുക, ജ്വലനം എന്ന് പറഞ്ഞാൽ കത്തുമ്പോൾ അവിടെ ഹീറ്റും ഉണ്ടാവും ലൈറ്റും ഉണ്ടാവും. ഓർമ്മിച്ചൊക്കെ വലിയ പണിയൊന്നുമില്ല അല്ലേ. ഓക്സിജൻ ഈസ് റിക്വയർഡ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിജന്റെ കാര്യം. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതായത് ഇവർ കത്തുന്ന സമയത്ത് ഇവർ പ്രൊഡക്റ്റായി വിടുന്ന സംഭവമാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഓക്കെ, ഇപ്പോൾ ഒരു മരം കത്തുമ്പോൾ നമുക്കറിയാം കറുത്ത പുക പോകുന്നുണ്ടാവും അല്ലേ, കറുത്ത പുക മുകളിലോട്ട് പോകുന്നുണ്ടാവും. ഈ കറുത്ത പുക എന്താ മക്കളെ? ഓക്കെ, ആ കറുത്ത പുകയാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഈ കറുത്ത പുക നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുപോലെ തന്നെ വാട്ടർ ഉണ്ടാവും. ഓക്കെ, വാട്ടർ വേപ്പേഴ്സ്, അതായത് നമ്മുടെ മരം കത്തുന്നില്ലേ, മരം കത്തുന്ന സമയത്ത് ഈ മരത്തിലുള്ള വേപ്പേഴ്സ്, അതായത് കുറേ ജലകണികൾ ഉണ്ടാവില്ലേ, ഇവരെല്ലാം വേപ്പേഴ്സായി മുകളിലോട്ട് പോകും, നീരാവിയായി പോകും. ഓക്കെ, അതുകൊണ്ടാണ് H2O ഒന്നിച്ചുണ്ടാവുമെന്ന് പറയുന്നത്. ഓക്കെ, യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് ഹീറ്റ് ആൻഡ് എനർജി. അതായത് ഇവർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹീറ്റും എനർജിയും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് തെർമൽ ക്രാക്കിംഗ് എന്താണ്. ഓക്കെ, തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ C10H22 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഞാൻ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കുന്ന സമയത്ത് C5H12 പ്ലസ് C5H10 എന്നുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടി. C5H12 പ്ലസ് C5H10. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കേണ്ട കാര്യം കാർബണിൻ്റെ എണ്ണം സെയിം ആണോ നോക്കാം. ഓക്കെ, കാർബണിൻ്റെ എണ്ണം ഈക്വൽ ടു പ്രൊഡക്റ്റ് കാർബൺ. ഓക്കെ, പ്രൊഡക്റ്റുള്ള കാർബണിൻ്റെതും റിയാക്ടൻ്റെ കാർബണിൻ്റെ എണ്ണം സെയിം ആണോ നോക്കാം. RC ഈക്വൽ ടു PC. ഓക്കെ, അതേപോലെ RH റിയാക്ടൻ്റെ ഹൈഡ്രജനും അതേപോലെ പ്രൊഡക്റ്റിൻ്റെ ഹൈഡ്രജനും സെയിം ആണോ നോക്കാം. ഓക്കെ, RH ഈക്വൽ ടു PH. ഓക്കെ, ഇത് രണ്ടും നോക്കാം. എന്നിട്ട് ഒരു ഡബിൾ ബോണ്ടും കൂടി അവിടെ വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഒരു ഡബിൾ ബോണ്ടും കൂടി കണ്ടൈൻ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇത് ഇത്ര നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ നടന്ന റിയാക്ഷൻ ഏതാണ്. ഓക്കെ, തെർമൽ ക്രാക്കിംഗ്. ഒരു തെർമൽ ക്രാക്കിങ്ങിന് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ട് അവർ പറയുകയാണ് നമ്മളോട് ഇത് തെർമൽ ക്രാക്കിംഗ് ആണെന്ന് തെളിയിക്കുക. ഓക്കെ, തെളിയിക്കാൻ പറഞ്ഞാൽ ഇത് 3 നോക്കാം, ഇത് 3 കറക്റ്റ് ആണെങ്കിൽ ഇത് തെർമൽ ക്രാക്കിംഗ് എന്ന് എഴുതാം. ഇത് 3 ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് തെർമൽ ക്രാക്കിംഗ് അല്ല, ബിക്കോസ് ദി റീസൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, അതിലെന്താണ് ആ കാര്യം, അതായത് ഒന്നെങ്കിൽ കാർബൺ എണ്ണം സെയിം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹൈഡ്രജൻ എണ്ണം സെയിം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവില്ല. ഈ 3 ഏതെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ അത് തെർമൽ ക്രാക്കിംഗ് അല്ല. ഓക്കെ, നമുക്കിവിടെ നോക്കാം. C10H22 തെർമൽ ക്രാക്കിംഗ് ചെയ്യുമ്പോൾ C5H12ഉം അതേപോലെ C5H10ഉം കിട്ടി. നമുക്കറിയാം മക്കളെ അല്ലേ, നമുക്കറിയാം നമ്മുടെ കാർബണിൻ്റെ എണ്ണത്തെക്കാളും കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയേക്കാളും 2 കൂട്ടുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ്റെ എണ്ണം വേണമെന്നാണ് പറയുന്നത്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ. ഓക്കെ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മുടെ കാർബണിൻ്റെ ഇരട്ടിയോട്, അതായത് കാർബണിൻ്റെ ഇരട്ടി എണ്ണത്തോട് 2 കൂട്ടുന്നത്രയും ഹൈഡ്രജൻ നമുക്ക് കിട്ടണം, എന്നാലേ നമ്മളത് സിംഗിൾ ബോണ്ട് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാം, കാർബണിൻ്റെ എണ്ണത്തെ നമ്മൾ ഇരട്ടിയാക്കി. ഓക്കെ, ഇരട്ടിയാക്കി അതിനോട് 2 കൂട്ടുമ്പോൾ നമുക്ക് 12 കിട്ടി അല്ലേ, 12. ഓക്കെ, അത് ശരിയാണ്, ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അത് സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കാം, കാർബണിൻ്റെ ഇരട്ടിയോട് 2 കൂട്ടിയാൽ നമുക്ക് 12 കിട്ടണം. പക്ഷേ ഇവിടെ 10, അതായത് കാർബണിൻ്റെ ഇരട്ടി മാത്രമേ ഉള്ളൂ. നമുക്കറിയാം അങ്ങനെ വരുവാണെങ്കിൽ അവിടെ ഡബിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സിംഗിൾ ബോണ്ട് അല്ല, അവിടെ ഡബിൾ ബോണ്ട് വരും. ഓക്കെ, ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി കാർബണിൻ്റെ എണ്ണം ഹൈഡ്രജൻ്റെ എണ്ണം സെയിം ആണ് നോക്കാം. ഓക്കെ, C5. ഓക്കെ, 5 + 5 10. ഓക്കെ, C10 കറക്റ്റ് ഉണ്ട്. H22. ഓക്കെ, 10 20 ഇവിടെ 2 ഉണ്ട്, 22 കറക്റ്റ്. ഹൈഡ്രജൻ്റെ എണ്ണവും കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പറയാം,
ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പറയാം ഇത് തെർമൽ ക്രാക്കിങ്ങിന് ഒരു എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി കമ്പസ്റ്റൻ. കമ്പസ്റ്റന് നമ്മൾ നോക്കാം. കമ്പസ്റ്റനിൽ ഇവിടെ C4 2O2, അതായത് CH4 2O2 മീഥെയിനും അല്ലേ, അതുപോലെ തന്നെ 2O2 രണ്ട് ഓക്സിജൻ മോളിക്യൂളും റിയാക്ട് ചെയ്തു. നമുക്ക് കിട്ടിയ പ്രോഡക്റ്റോ CO2 പ്ലസ് 2H2O പ്ലസ് ഹീറ്റ് പ്ലസ് ലൈറ്റും ഉണ്ടാവും കേട്ടോ. അവിടെ ഹീറ്റ് മാത്രമല്ല, അവിടെ ലൈറ്റും ഉണ്ടാവും. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ബാലൻസിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട് ഇതിന്. അത് പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് കറക്റ്റായി മനസ്സിലാവും. ഓക്കെ, നമുക്ക് നമ്മുടെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഒരു 2 ഇക്വേഷൻ ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്താ സംഭവം. ഓക്കെ, നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് തെർമൽ ക്രാക്കിംഗ്. ഓക്കെ, തെർമൽ ക്രാക്കിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ തെർമൽ ക്രാക്കിംഗ് ചെയ്യാൻ പോണേ. ഓക്കെ, തെർമൽ ക്രാക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള റൂൾസ് എന്താണ്? ഓക്കെ, ലാർജ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ ബ്രോക്കൺ ഇൻ ടു സ്മോളർ മോളിക്യൂൾസ്. അത്രേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. എവിടെ എത്ര വരണതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ആണോ കൂടുതൽ വരേണ്ടത്, റൈറ്റ് സൈഡ് ആണോ കൂടുതൽ വരേണ്ടത് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഇവിടെ ഓക്കെ ഞാൻ ഇവിടെ ചിലപ്പോൾ ഒരു കാർബൺ ഐ ബി. ഓക്കെ, ഇവിടെ നമുക്കുള്ളത് എത്രയാണ്? 1 2 3 4 5. ഓക്കെ, 5 കാർബൺ ഉണ്ട്. ഓക്കെ, 5 കാർബൺ. ഞാൻ ചിലപ്പോൾ ഇവിടെ ഒരു കാർബൺ എഴുതി, അതുപോലെ തന്നെ ബാക്കി 4 ഇവിടെ എഴുതി, തെറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ഇവിടെ 2 കാർബൺ എഴുതി, ബാക്കി 3 കാർബൺ ഇവിടെ എഴുതി. ഓക്കെ, അതും തെറ്റില്ല. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാൻ ഇവിടെ 4 കാർബൺ എഴുതി, ഇവിടെ ഒരു കാർബൺ എഴുതി, അതും തെറ്റൂല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 3 കാർബൺ എഴുതി, ഇവിടെ 2 കാർബൺ എഴുതി, അതും തെറ്റില്ല. ഓക്കെ, നമുക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിൽ എഴുതാം മക്കളെ. ഓക്കെ, കാർബൺ എണ്ണം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. മനസ്സിലായില്ലേ? കാരണം ഇവിടെ നമ്മളോട് റൂൾസ് ഒന്നും പറഞ്ഞില്ല. അപ്പർ സൈഡ് കൂടുതൽ വേണം, ഇപ്പുറത്തെ സൈഡ് കുറവ് വേണമെന്ന് നമ്മളോടൊന്നും പറഞ്ഞില്ല. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതാണേ. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആൽക്കീനും ഒന്ന് ആൽക്കെയിനുമാണ്. അതായത് ഒന്ന് സിംഗിൾ ബോണ്ടും ഒന്ന് ഡബിൾ ബോണ്ടും കോമ്പൗണ്ടും ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഞാനിവിടെ എഴുതാണേ. ഓക്കെ, ഒരു ഡബിൾ ബോണ്ട് കോമ്പൗണ്ട് എഴുതാണേ. CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഞാനൊരു ഡബിൾ ബോണ്ട് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 2 കാർബൺ നമ്മൾ ഇവിടെ എഴുതി, ബാക്കി എത്രയാണുള്ളത്? 3 കാർബൺ. ഓക്കെ, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, ഞാനതങ്ങ് എഴുതി വെച്ചു. ഓക്കെ മക്കളെ, ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാ കോമ്പൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ കോമ്പൗണ്ട് വന്നിട്ടുള്ളത് കാർബൺ എണ്ണം സെയിം ആണ്. നോക്കാം. 1 2 3 4 5 5 കാർബൺ. ഓക്കെ, 3. ഓക്കെ, ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ 3 കാർബൺ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ ഉണ്ട്, 5. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ എണ്ണം 3 2 5, 5 2 7, 7 2 9, 9 3 12. ഓക്കെ, 12 ഹൈഡ്രജൻ ആണുള്ളത്. ഇവിടെ 12 ഹൈഡ്രജൻ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, 2 2 4. ഓക്കെ, 4 3 7, 7 2 9, 9 3 12. ഓക്കെ, 12 ഹൈഡ്രജൻ. ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടോ? ഓക്കെ, ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. പ്രൊഡക്റ്റ് ഇവിടെ ആയി, പ്രൊഡക്റ്റ് എഴുതി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ പേടിക്കുന്ന ഇതൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി ഇതേ കോമ്പൗണ്ട് ഞാൻ വേറൊരു രീതിക്ക് എഴുതി കാണിക്കാം. അത് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള രീതിയില്ലേ, ഈ രീതിക്ക് എഴുതി കാണിക്കാം. ഇവിടെ ഞാൻ താഴെ ഈ 2 രീതി കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എഴുതിയത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, നമുക്കറിയാം എവിടെ വേണമെങ്കിൽ നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പുറ സൈഡ് ഇപ്പുറ സൈഡ് എന്നൊന്നുമില്ല, ഏത് സൈഡ് വേണമെങ്കിൽ നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കാം. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. കാർബൺ എണ്ണോ ഹൈഡ്രജൻ എണ്ണോ സെയിം ആയിരിക്കണം. ഇത് ഇത്ര നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇവിടെ എഴുതുകയാണേ. ഓക്കെ, CH3 ആൻഡ് CH3. ഓക്കെ, എഴുതി. ഇനി ഞാൻ ഇപ്പുറത്തെ എഴുതാൻ പോകണം. ബാക്കി 3 കാർബൺ ഇപ്പുറത്തെ CH3. ഓക്കെ, CH ഡബിൾ ബോണ്ട് CH2. കറക്റ്റ് അല്ലേ മക്കളെ? കറക്റ്റ് അല്ലേ ഇത് കറക്റ്റ് അല്ലേ? നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എണ്ണം 3 3 6, 6 3 9. ഓക്കെ, 9 1 10, 10 2 12. ഓക്കെ, 12 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇവിടെ അതേപോലെ 12 ഹൈഡ്രജൻ ഉണ്ട്. കാർബണോ 5 കാർബൺ. ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടോ? ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ശരിയല്ലേ?
ഇതും ശരിയാണ്. ഓക്കെ, ഇതും ശരിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള കാർബൺ എണ്ണം ഇതിലുണ്ടാവണം, അതുപോലെ ഇതിലുള്ള ഹൈഡ്രജൻ എണ്ണം ഇതിലുണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഡബിൾ ബോണ്ട്, അതിലില്ലാത്ത ഒരു ഡബിൾ ബോണ്ട് എക്സ്ട്രാ നമ്മളെ പ്രൊഡക്റ്റ് വരണം. അത് അപ്പുറത്തെ സൈഡോ അത് ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഒന്നും കണക്കാക്കണ്ട. ഏതെങ്കിലും ഒരു സൈഡ് ഡബിൾ ബോണ്ടും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പ്രൊഡക്റ്റ് റെഡിയായി. അത്രയുള്ള മക്കളെ തെർമൽ ക്രാക്കിംഗ് മനസ്സിലാക്കി വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് മനസ്സിലായി. ഞാൻ എഴുതിയ മനസ്സിലാണെങ്കിൽ ഇതുകൊണ്ട് ഇതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കമ്പസ്റ്റനിലേക്ക് പോകാം. എന്താണ് മക്കളെ കമ്പസ്റ്റൻ നോക്കാം. കമ്പസ്റ്റൻ ഓക്കെ, ഞാൻ പറഞ്ഞു കമ്പസ്റ്റന് ഒരു എന്താ പറയുക ജനറൽ ഇക്വേഷൻ ഉണ്ട് അല്ലെ, ഒരു ജനറൽ ബാലൻസിങ് ഫോർമുല ഉണ്ട് നമ്മളെ കമ്പസ്റ്റന് അല്ലെ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CxHy x plus y by 4 O2 gives x CO2 plus y by 2 H2O. എന്താണ് എന്തെങ്കിലും മനസ്സിലായോ അല്ലെ? എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ മക്കളെ, എക്സ് എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ എക്സ് ഓക്കെ, സിയുടെ താഴെ ഒരു എക്സ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ തന്നെ ബ്രാക്കറ്റ് അകത്ത് ഒരു എക്സ് കൊടുത്തിട്ടുണ്ട്. അതിനപ്പോൾ 2x അല്ലെ. ഓക്കെ മക്കളെ, ഈ എക്സ് എന്ന് പറയുന്നത് സിയുടെ വാല്യൂ ആണ്. ഓക്കെ, ചില സമയത്ത് നമുക്ക് സിയുടെ വാല്യൂ എത്ര തരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അറിയാത്തൊരു വാല്യൂ നമ്മൾ എക്സ് എന്ന് കൊടുക്കൂലേ, അതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് CX പറയുമ്പോൾ ചിലപ്പോൾ CH2 ഓക്കെ C2 ആവാം, C6 ആവാം, അതുപോലെ C1 ആവാം, C3 ആവാം, ഇത്രയാവും. സിയുടെ വാല്യൂ എത്രയാവും, ആ വാല്യൂ ആണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ Y എന്ന് കൊടുത്തിട്ടുള്ളത് എച്ചിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം 6 ആവാം, 10 ആവാം, 12 ആവാം, 13 ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു വാല്യൂ ആണ് ഞാനിവിടെ Y എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഫോർമുല വന്നിട്ടുണ്ട്. CH4 പ്ലസ് O2. ഓക്കെ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ CO2 പ്ലസ് H2O പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഹീറ്റ് ലൈറ്റ് എന്തായാലും ഇവിടെ നമുക്കറിയാം. നമ്മൾ ആദ്യം ഡിഫറൻസിയേഷൻ പഠിക്കുന്ന സമയത്ത് അല്ലെ, മീൻസ് ആ ഡിഫറെൻറ്റ് നമ്മൾ അവിടെ കൂടെ ഡിഫറെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിഫറൻസ് നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീറ്റ് ലൈറ്റ് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ ഉണ്ടാകുമ്പോൾ ഹീറ്റും ലൈറ്റും എന്തായാലും ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നോക്കാം. ഇനി നമുക്ക് ഇവിടെ നോക്കേണ്ടത് നമുക്കൊരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മളോട് ചെയ്യാൻ പറ്റുന്നത്. C2H6 പ്ലസ് O2. ഓക്കെ, C2H6 പ്ലസ് O2 എന്തായാലും സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, സിംഗിൾ ബോണ്ടാണ്. O2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജ്വലനം. ഓക്കെ, താപം അല്ലെങ്കിൽ എന്താ പറയുക ജ്വലനം കത്തുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ ആവശ്യമുള്ളത്. അപ്പോൾ O2 വന്നാൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ മക്കളെ, ഓക്കെ ഞാനിവിടെ കൊടുത്തിട്ടുള്ള രീതി തരാം. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് C2H6. ഓക്കെ, C2H6 അതായത് ഇവിടെ സിയുടെ വാല്യൂ 2ഉം എച്ചിൻ്റെ വാല്യൂ 6ഉം ആണ്. ഓക്കെ, ഞാൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ എക്സും വൈ എന്താ സംഭവം. ഓക്കെ, സിയുടെ വാല്യൂ 2ഉം എച്ചിൻ്റെ വാല്യൂ 6. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പുറത്ത് എഴുതാണ്, അവിടെ സ്ഥലമില്ല, നമുക്ക് ഇപ്പുറത്ത് എഴുതാം. ഓക്കെ, ആ ഒരു ഇക്വേഷൻ ഞാൻ അങ്ങനെ എഴുതി. ഓക്കെ, C6 അതുപോലെ തന്നെ സോറി C2 ആണല്ലേ, C2H6 ഞാൻ അങ്ങനെ എടുത്ത് എഴുതി. ഓക്കെ, അങ്ങനെ എടുത്ത് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റിൽ നമുക്ക് ഇവിടെ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ, 2. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ കൊടുത്തു 2. ഓക്കെ, 2. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്ലസ് y ബൈ 4. എന്താ മക്കളെ പ്ലസ് y ബൈ 4? y എന്ന് പറയുന്നത് 6ൻ്റെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ H. ഓക്കെ, വൈയുടെ വാല്യൂ അപ്പോൾ 6 ആയി. ഓക്കെ, 6 എച്ചിൻ്റെ വാല്യൂ 6 ആണ്. ഓക്കെ, ഇനി 6 ബൈ 4 അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി O2 അങ്ങനെ കൊടുത്തു. ഓക്കെ, റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് കിട്ടണ്ടേ. പ്രൊഡക്റ്റിൽ ഇവിടെ എന്താ കൊടുത്തുള്ളത് XCO2. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ അറിയാം, അതായത് കാർബണിൻ്റെ വാല്യൂ അറിയാം. അത് 2 CO2. ഓക്കെ, 2 CO2 കിട്ടി നമുക്ക് ഇവിടെ. ഓക്കെ, പ്ലസ് വൈയുടെ വാല്യൂ നമുക്കറിയാം 6. ഓക്കെ, 6 എഴുതി ബൈ 2 ആണ് കൊടുത്തിരിക്കുന്നത്, ബൈ 2. അതിന് ശേഷം H2O എഴുതി. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് മക്കളെ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത്ര എഴുതി വെക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇത്ര എഴുതി വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. ഇതിനെ നമുക്ക് ചുരുക്കാം. ഇത് നമുക്ക്
കൂട്ടി എഴുതാൻ നമുക്കറിയാമല്ലോ. കൂട്ടിയും ഹരിച്ച് നമുക്ക് എഴുതാൻ നമുക്ക് എന്തായാലും അറിയാം. ഓക്കെ, നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ അത് തന്നെ എഴുതുകയാണേ. C2. ഓക്കെ, C2 H6 എഴുതി ഞാൻ. ഓക്കെ, H6. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഇട്ടു. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ എഴുതി 2. ഓക്കെ, 2 എഴുതി. ഇനി പ്ലസ് 6/4 നമുക്കറിയാം 1.5 ആണ്, അതായത് 1.5. അറിയാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. 1.5 ആണ് വാല്യൂ 6/4 എന്ന് പറയുമ്പോൾ. ഓക്കെ, O2 എഴുതി. ഗീവ്സ്. ഓക്കെ, ഗീവ്സ് ഇട്ടു. ഓക്കെ, 2CO2 അങ്ങനെ എഴുതി. 2CO2 എഴുതി പ്ലസ് 6/2. ഓക്കെ, 6/2 നമുക്കറിയാം. ഓക്കെ, 6 ഹരിക്കണം 2 നമുക്കറിയാം 3. ഓക്കെ, 3 H2O അതങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും അതിനെ എഴുതാൻ പോവാണേ. വീണ്ടും ചുരുക്കാൻ പോവാണേ. അതിൽ ഞാൻ എഴുതാൻ പോകുന്നത് C2 H6 തന്നെയാണ്. ഓക്കെ, C2 H6 എഴുതിയല്ലോ. ഇനി ഇത് ഞാൻ ഈ ബ്രാക്കറ്റ് അങ്ങ് ഒഴിവാക്കി. ഓക്കെ, 2 + 1.5 3.5 അല്ലേ. അപ്പോൾ പ്ലസ് ഇട്ടു. അതിന് ശേഷം 3.5 O2 3.5 O2 എഴുതി. ശേഷം ഗീവ്സ് ഇട്ടു. ഓക്കെ, ആരോ കൊടുത്തു. എന്നിട്ട് ഇത് അങ്ങനെ തന്നെ എഴുതിയേക്കാം. ഓക്കെ, 2CO2. ഓക്കെ, 2CO2 പ്ലസ് 3H2O കഴിഞ്ഞു. അവസാനം പ്ലസ് ഒരു എച്ചും പ്ലസ് ഒരു എല്ലിട്ടാൽ മതി, അല്ലെങ്കിൽ ഷീറ്റ് ലൈറ്റ് എഴുതി വെച്ചാൽ മതി. താപം പ്ലസ് പ്രകാശം, മലയാളത്തിൽ വരുമ്പോൾ താപം പ്ലസ് പ്രകാശം എന്ന് എഴുതി വെച്ചാൽ കഴിഞ്ഞ പരിപാടി. ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ. നമ്മൾ ചെയ്ത രീതി മനസ്സിലായവർക്ക് കറക്റ്റ് പിടുത്തം കിട്ടുന്നുണ്ടാവും ഇതിപ്പോൾ ഞാൻ എങ്ങനെ എഴുതിയെന്ന് അല്ലേ. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് മക്കളെ. ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, കമൻറ്റ് ചെയ്ത് പറയാം, ഇന്ന ഭാഗം എനിക്ക് മനസ്സിലായില്ല സാർ എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമ്പസ്റ്റനൊന്നും മനസ്സിലായില്ല പറഞ്ഞാൽ കമ്പസ്റ്റൻ മുഴുവൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ നമ്മുടെ തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതിനൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ പ്രജ്വൽ സൈനിങ് ഓഫ്. താങ്ക് യു.